ചിന്താ വിഷയം ഇങ്ങനെയാണ്: ദൈവം ക്രിസ്തു വഴി നടത്തുന്ന അനുരഞ്ജന പ്രവർത്തനങ്ങളിൽ സുവിശേഷകന്റെ പങ്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിൽ ഇതൊരു ക്ലാസ് പോലെ നടത്തേണ്ടതാ. പക്ഷെ നമ്മളെല്ലാവരും ഇങ്ങനെ ഈ ക്ലാസ്സിലൊക്കെ ആകെ 1, 2, 3 പേരൊക്കെ വന്നതുകൊണ്ട് കാര്യമായിട്ടുണ്ട്. നമ്മള് പഠിച്ചു മുന്നോട്ട് പോകണ്ടേ കേട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? യേശുക്രിസ്തുവിനെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി നിത്യജീവനെ പ്രാപിക്കുന്നതാണ് ഇഷ്ടം? അതെയോ യേശുക്രിസ്തുവൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് ചോദിച്ച് കിട്ടി അനുഗ്രഹങ്ങളൊക്കെ മേടിച്ച് ഭൗതികമായ നന്മകൾ ആസ്വദിച്ചു പോകുന്നതാണ് ഇഷ്ടം? ഏതാ കൂടുതൽ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് യേശുക്രിസ്തുവിനെ പഠിച്ചു പോകാമെന്നാണ്. കാരണം മത്തായിയുടെ സുവിശേഷം 6:33 വാക്യം പറയുന്നത് എങ്ങനെയാണ്? മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് തരുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ ചേർത്ത് തരും. നമുക്ക് ഏറ്റവും കുറവുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് കുറവ്. ഒത്തിരി കേട്ടിട്ടുണ്ട്, പക്ഷെ അറിവില്ല. അത് അറിയുന്നോറും അങ്ങ് അകലേക്ക് പോകും. അതൊരു രഹസ്യമാണ്. അവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവം ക്രിസ്തു വഴി നടത്തുന്ന അനുരഞ്ജന പ്രവർത്തനങ്ങളിൽ സുവിശേഷകന്റെ പങ്ക്. അത്തരം കാര്യം കേട്ടാൽ തന്നെ ഇനിയൊന്നും കേൾക്കണമെന്നും ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ക്രിസ്തു വഴി നടത്തുന്ന അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താ ദൈവം ക്രിസ്തു വഴി നടത്തുന്ന അനുരഞ്ജനം? അനുരഞ്ജനം എന്ന വാക്കിന്റെ അടുത്ത് അറിയില്ലേ? അല്ലേ? ആരും വേണ്ടില്ല. കരയിട്ട് കേൾക്കിട്ട് കാര്യമില്ല. ഉറക്കപ്പറഞ്ഞാലാണ് അത് പുറത്തേക്ക് കേൾക്കുള്ളൂ. അനുരഞ്ജനം എന്ന് പറയുന്നത് ഒന്നാക്കുക, അകന്നു പോയവരെ, പിണങ്ങി നിൽക്കുന്നവരെ ഒരുമിപ്പിക്കുന്ന വാക്കിനാണ് എന്ത് പറയുന്നത്? അനുരഞ്ജനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ. അപ്പോ ഈ അനുരഞ്ജനം നടത്തുന്നത് ആരാണ്? എഫേസ്യ ലേഖനത്തിലെ പൗലോസിനെ പറയുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ ഇരുകൂട്ടരെയും ഒരുമിപ്പിക്കാൻ ശത്രുതയുടെ വേലി പൊളിച്ചു, ശത്രുതയുടെ മതിൽ തകർത്തു. ഹല്ലേലൂയ. അപ്പോ യേശുക്രിസ്തു വഴി ദൈവം അനുരഞ്ജന, മനുഷ്യനും ദൈവവും തമ്മിലുള്ള പിണക്കം മാറ്റിയെന്ന് മനസ്സിലായോ? ദൈവവും മനുഷ്യനും തമ്മിൽ അകന്നു. എവിടെ വെച്ചാകുന്നു? എവിടെ വെച്ചാകുന്നേ? ഏതൻ തോട്ടത്തിൽ വെച്ച് അവരകുന്നു. തോട്ടത്തിൽ നിന്ന് അവരെ ദൈവം പുറത്താക്കി. പിന്നെ അവർക്ക് ദൈവ സാന്നിധ്യമില്ല. പിന്നീട് അവിടെ ദൈവ സാന്നിധ്യം വരുന്നത് അബ്രാഹാവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അബ്രാഹത്തോട് അവിടെ ഉൽപ്പത്തി പുസ്തകങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിച്ച് പിന്നെ വന്ന് 12-ാം അധ്യായമൊക്കെ വരുമ്പോ അബ്രാഹത്തെ ദൈവം വിളിക്കുന്നു. ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ വരിക എന്ന് പറയുന്നു. അബ്രാഹാം അതനുസരിച്ച് എല്ലാം ഉപേക്ഷിച്ച് വരുന്നു. മനസ്സിലായില്ലേ? അവിടെ ആദം എല്ലാം നേടാൻ വേണ്ടി, അല്ലെങ്കിൽ ഹവ്വ എല്ലാം നേടാൻ വേണ്ടി, ദൈവത്തെ പോലും നേടാൻ വേണ്ടി, ഹല്ലേലൂയ പറഞ്ഞേ, ദൈവത്തെ പോലെ ആകുമെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് സാത്താൻ പറഞ്ഞത്. അപ്പൊ ദൈവത്തെ പോലെ ആകുന്നതിന് വേണ്ടി, ദൈവത്തെ പൂർണ്ണമായി ആവാഹിച്ചെടുക്കുന്നതിന് വേണ്ടി സാത്താന്റെ ഉപദേശം കേട്ട് പഴം തിന്നപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നു. കാരണം ദൈവത്തിന്റെ ഉപദേശത്തിന് അവരൊരു വിലയും കൽപ്പിച്ചില്ല. ആ വില കൽപ്പിക്കാത്തതിന്റെ കാരണം അവർ ദൈവത്തെ പോലെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുള്ള അറിവിൽ അവര് പോരായ്മ വന്നുപോയി. എന്ന് പറഞ്ഞാൽ അവർക്ക് അറിവിൽ വളരുവാനുള്ള സ്വയം ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരുടെയും അറിവുകളെ അവർ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് അവരെ വഞ്ചിക്കാൻ സാത്താൻ എളുപ്പമായി. സ്വയം അവർ ആഗ്രഹിക്കുന്നില്ല. സ്വയം അവർ ആഗ്രഹിക്കുന്നിരുന്നെങ്കിൽ ദൈവം അവരോടുകൂടെ സഹസന്ധിയിൽ നടക്കുവാൻ ഉലാത്തുവാൻ വന്നിരുന്നു എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തോട് അവർക്ക് സംസാരിക്കാമായിരുന്നു. ദൈവത്തോട് തന്നെ ചോദിക്കാമായിരുന്നു, ഒരു പക്ഷെ എന്തുകൊണ്ടാണ് പിതാവേ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ഞങ്ങളോട് പറഞ്ഞത്? ഞങ്ങൾ കുറച്ചും കൂടി അതിനെക്കുറിച്ച് അറിവ് നേടിയിട്ട് ഞങ്ങൾക്ക് അതിനോട് അകന്നിരിക്കാനാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങയെ പരീക്ഷിക്കാനോ അങ്ങയോട് തർക്കിക്കാനോ അല്ലെങ്കിൽ അങ്ങേക്കെതിരെ നിൽക്കാനല്ല ചോദ്യം ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് കൂടുതൽ അറിവ് നേടാൻ
ഒരിക്കലും അങ്ങയുടെ കൽപ്പന ലംഘിക്കാതിരിക്കാൻ, ആ പഴത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോകാതിരിക്കാൻ, ആ വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോലും പോകാതിരിക്കാൻ അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങളോട് സംസാരിക്കാമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ദൈവം പറയും, സംസാരിക്കാം, ഇപ്പോൾ സമയമായിട്ടില്ല, ഇപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയിരിക്കുക, അതിന്റെ അടുത്തേക്ക് പോയി പറിച്ച് തിന്നാതിരിക്കുക എന്നൊക്കെ അവരെ ദൈവം ആയിട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുമായിരുന്നു. അവർക്ക് ആഗ്രഹമുണ്ടല്ലോ അല്ലെ, അതുകൊണ്ടല്ലേ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ അവർ പഴം തിന്നത്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് പല കാര്യങ്ങളിലും ആഗ്രഹമുണ്ട്. നമുക്കും ആഗ്രഹമുണ്ട് ദൈവത്തോടൊത്ത് ജീവിക്കണമെന്നും ദൈവികമായ കൃപകളും അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കണമെന്ന്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിലേക്ക് പോകാതെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളും മാനുഷികമായും പൈശാചികമായും കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആദമും ഹവ്വായും ദൈവവുമായിട്ടുള്ള രമ്യതയിൽ നിന്ന് അകന്നു പോയപ്പോൾ, ദൈവ സാന്നിധ്യം അവർക്ക് നഷ്ടമായപ്പോൾ, അബ്രാഹാമിനോട് ദൈവം ആ ദൈവ സാന്നിധ്യം വീണ്ടും സ്വീകരിച്ചു. അബ്രാഹാമിനെ വിളിച്ചപ്പോൾ അബ്രാഹാം ദൈവം പറയുന്നത് അനുസരിച്ച് യാത്ര പുറപ്പെട്ടു. അങ്ങനെയാണ് പിന്നീട് അവര് ഇസ്രായേൽ ജനമെന്ന് അറിയപ്പെടുന്നതൊക്കെയും അവരങ്ങനെ ദൈവ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിടെ അബ്രാഹാം മുതൽ ഇങ്ങോട്ട് പ്രവാചകന്മാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു, ന്യായാധിപന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് ജനത്തെ നയിച്ചിരുന്നു. അപ്പോഴൊക്കെയും ജനം അടുക്കും അകലും നമ്മൾ പഴയ നിയമം വായിച്ചാൽ അങ്ങനെയാണ്. അവരടുത്തു വരും, ഒപ്പം തന്നെ അധികം വൈകാതെ അകന്നു പോകും. അവരെ സാത്താന് വഞ്ചിക്കാൻ വളരെ എളുപ്പമായിരുന്നു. മറ്റു മനുഷ്യരുടെ അടിമത്തത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം എന്താണ്? അവർക്കെല്ലാം കൊതിയാണ്, അവർക്കെല്ലാം പോരാന്നുള്ള വിചാരമാണ്. എത്ര കിട്ടിയാലും പോരാമെന്നുള്ള, തികയുന്നില്ല എന്നുള്ള വിചാരമാണ്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പലരും തയ്യാറായി. ദൈവത്തെ കൂടാതെ അവർ പലരും നേടാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ദൈവത്തിന്റെ ചിന്തയിൽ വന്നതാണ്, ദൈവം തന്നെ മനുഷ്യനാകാം. അപ്പൊ തൃപ്തിയാവുമല്ലോ. ദൈവം തന്നെ മനുഷ്യനായ പിന്നെ വഞ്ചിക്കാൻ പറ്റുമോ? യേശുവിനെ സാത്താൻ 3 പ്രാവശ്യം പരീക്ഷിക്കാൻ കൂട്ടിക്കൊണ്ടുപോയെന്ന വയുള്ള നമ്മൾ വായിക്കണേ. സാത്താൻ അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അങ്ങനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് പറയുമ്പോ സാത്താൻ നമുക്ക് പോകാന്ന് പറഞ്ഞ് മുമ്പ് പോകുമ്പോ യേശു അങ്ങനെ സാത്താൻ്റെ ഒരു അടിമ പുറത്തോ? അല്ല, അങ്ങനെയല്ല. അത് മനുഷ്യനെ സാത്താൻ ഇങ്ങനെ വിളിക്കുമ്പോ സാത്താനോട് എങ്ങനെ പെരുമാറണം, സാത്താൻ എന്തൊക്കെ കൊണ്ടത് കാണിച്ചു തരും, എന്തൊക്കെ നമ്മുടെ മുമ്പിൽ വെക്കും, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി, മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടി സാത്താന്റെ പുറകെ യേശു പോയി. ആർക്കു വേണ്ടി? മനുഷ്യർക്ക് വേണ്ടി. എന്നിട്ട് യേശു സാത്താൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നോ പറഞ്ഞു, അല്ലേ? നോ പറഞ്ഞു. അത് പിന്നൊരു ദിവസം നമുക്ക് കേൾക്കാം. നമുക്ക് ഇന്നിവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ദൈവം ക്രിസ്തു വഴി നടത്തുന്ന അനുരഞ്ജന പ്രവർത്തന സുവിശേഷത്തിന്റെ പങ്കെന്നുള്ളതാണ്. ദൈവം ക്രിസ്തു വഴി അനുരഞ്ജനം നടത്തുക. അവിടെയാണ് പിതാക്കന്മാര് പാടുന്നത്. ആദമിനോട് യേശു പറയുന്ന, പാതാളത്തിലിറങ്ങി മരിച്ച യേശു പാതാളത്തിലിറങ്ങി ആദമിനോട് പറയുന്ന ഒരു ഗീതമുണ്ട്. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും ഞാൻ കുടിച്ചു. അങ്ങനെയാണ് അനുരഞ്ജനം ഉണ്ടായതെന്ന്. അനുരഞ്ജനം ഉണ്ടായത് ഞാൻ നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ശിക്ഷ എന്നതുകൊണ്ടാണ്. നിനക്ക് വേണ്ടി എൻ്റെ അപ്പൻ എന്നെ ശിക്ഷിച്ചു. അത് നിന്നെ പുത്രനാക്കാൻ വേണ്ടി. അല്ലേ? അങ്ങനെയല്ലേ പാട്ടുകാരൻ എങ്ങനെ പറയുന്നത്? ശത്രുവാമെന്നെ പുത്രനാക്കുവാൻ പുത്രനെ കുരിശിലേൽപ്പിച്ചു. ശത്രുവാമെന്നെ പുത്രനാക്കുവാൻ പുത്രനെ കുരിശിലേൽപ്പിച്ചു. പുത്രത്വം എത്ര സന്തോഷം, സ്തോത്രഗീതം പാടി സ്തുതിക്കോ. പുത്രത്വം നൽകി എത്ര സന്തോഷം, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും.
സ്തോത്രഗീതം പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശത്രുവായ നമ്മളെ പുത്രനാക്കുവാൻ ക്രിസ്തു അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ നടത്തി. അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ 3.5 വർഷം നടത്തി യേശു മനുഷ്യവർഗത്തിന്റെ അന്ന് വരെയുള്ള മനുഷ്യരുടെയും ഇന്ന് വരെയുള്ള മനുഷ്യരുടെയും ഇനി വരാൻ ഇവിടെ ജനിക്കാനിരിക്കുന്ന മനുഷ്യരുടെയും സകല മനുഷ്യരെയും പാപമോചനത്തിനായിട്ട് മരിച്ചു, അടക്കപ്പെട്ടു. വീണ്ടും പ്രവചന നിവർത്തിക്കായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വരും. നമ്മൾ ഇനി പിശാചിന് അടിമപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ ദൗത്യം ആരൊക്കെടുത്തു? അത് യേശു അല്ല ഏറ്റെടുത്തത്. ആ ദൗത്യം യേശു ശിഷ്യന്മാർക്ക് കൊടുത്തു, ശിഷ്യന്മാർ ഏറ്റെടുത്തു. ഈ 3.5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനത്തിൽ 10 വർഷമായി. 2026 നിൽക്കുമ്പോൾ 33 കുറച്ചു കഴിഞ്ഞാൽ 33 വർഷമാണ് കുറച്ചാൽ 2026 33 കുറച്ചു കഴിയുമ്പോൾ എത്ര കിട്ടുന്നോ അത്രയും വർഷം ശിഷ്യന്മാർ അത് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഇന്ന് സഭ പാടുന്ന ഭൂവില ശേഷം ദൈവത്താൽ പ്രേരിതരായി ശ്രീകന്മാർ പോയി ജാതികളിടയിൽ ഭൂതരസീമയോടും നല്ലേവൻ കൈക്കൊള്ളുവോർക്കൊക്കെയോ ഭാഗ്യമിതറിയിച്ചു സ്വർഗമഹാരാജ്യം. ശിഷ്യന്മാരായിട്ട് യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് യേശു പ്രകാരം അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിനൊക്കെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് കൊലോസ്യ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 24 വാക്യം നമ്മൾ വായിക്കുന്ന പൗലോസ് പറയുന്നത്. അതാണ് ഇന്ന് നമ്മുടെ സുവിശേഷകന്റെ പങ്ക്. എന്താണ്? ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവാൻ. കർത്താവ് രണ്ടാമത് വരുന്നത് വരെയും തുറന്നുകൊണ്ട് ഇരിക്കും. നമ്മൾ അറിയിച്ചില്ലെങ്കിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലല്ലോ, എനിക്ക് ദുരിതം. നിങ്ങളത് അറിയിച്ചില്ലെങ്കിൽ, ഞാനിത് അറിയിച്ചില്ലെങ്കിൽ ആ ദുരിതമാണ്, കഷ്ടപ്പാടും ദുരിതമായിരിക്കും. അതുകൊണ്ട് ദിവസത്തിൽ ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയാൻ ഭാഗ്യം തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്നും വിശുദ്ധ കുർബാനയ്ക്കുള്ള ലേഖനങ്ങൾ, പൊതുവിലുള്ള ലേഖനം വായിക്കുന്നതിന് പാട്ട് പാടുന്നത്. ചുമ്മാ പാടുന്നതല്ല, കർത്താവിൽ നിന്ന് ഫലമേൽപ്പിക്കപ്പെട്ടതാണ്. ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവം ക്രിസ്തു വഴി നടത്തുന്ന അനുരഞ്ജന പ്രവർത്തനങ്ങളിൽ സുവിശേഷകന്റെ പങ്കെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പങ്ക്. ഇപ്രകാരമാണ് നമ്മൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24 മുതൽ വാക്യങ്ങൾ വായിക്കുകയാണ്. നിങ്ങളെ കുറിച്ചുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഫലമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതികളുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി
ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. 24 മുതൽ 29 വരെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഇതൊക്കെ കാര്യങ്ങൾ അതിനകത്ത് കേട്ടത്. ഒന്ന്, പൗലോസ്ലീഹ കൊലോസ്യ ലേഖനം എഴുതുമ്പോൾ ആ നാട്ടിലെ കൊലോസ്യ ലേഖനത്തിലെ ആളുകളെ പ്രതി സന്തോഷിക്കുകയാണ്. എന്താണ്? സുവിശേഷം അറിയിച്ചപ്പോൾ പീഡകളുണ്ടായി, കഷ്ടതകളുണ്ടായി, ദുരിതങ്ങളുണ്ടായി, അതിൽ സന്തോഷിച്ചു. അപ്പൊ സുവിശേഷം അറിയിക്കുമ്പോൾ നമുക്ക് നാണക്കേടുണ്ടാവുകയോ, സുവിശേഷം അറിയിക്കുമ്പോൾ നമുക്ക് പീഡനങ്ങൾ ഉണ്ടാവുകയോ, സുവിശേഷം അറിയിക്കുമ്പോൾ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ സന്തോഷിക്കണമെന്ന് പൗലോസ് നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിൽ നമ്മൾ സുവിശേഷം അറിയിക്കാത്തതിന്റെ കാരണം എന്താ? അറിവില്ലായ്മ മാത്രമല്ല, അതിനകത്ത് കഷ്ടപ്പാടുണ്ട്, നാണക്കേടുണ്ട്, അല്ലേ? നമ്മളിപ്പോ 10 വീട്ടിൽ കയറിയിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളും തുടങ്ങിയോ ഈ പണി? മനസ്സിലായില്ലേ? നിങ്ങളും തുടങ്ങിയോ? അപ്പൊ പിന്നെ അന്ന് വൈകുന്നേരം അവിടുത്തെ വീട്ടില് പറയാൻ പറ്റാത്തതില്ല അല്ലേ വഴക്കാൻ. കാരണം എന്താ? അപ്പൊ തന്നെ അങ്ങോട്ടും കൂടെ ഫോൺ വിളിക്കും, നിന്റെ മമ്മി നിന്റെ അമ്മ അതിലൊക്കെ നടക്കണം, നിന്റെ അപ്പനിലൊക്കെ നടക്കണുണ്ട്. നിന്റെ വീട്ടിൽ വന്നിട്ട് തേറിയുടെ മകളായി തള്ള അടങ്ങി വയ്ക്കുന്നത്, തന്ത അടങ്ങി വയ്ക്കുന്നത് പറഞ്ഞാൽ മനുഷ്യനെ നാണം കരുതാൻ വേണ്ടി ഒരു ബൈബിളായിട്ട് ഇറങ്ങും. മനസ്സിലായോ? അല്ലാതെ അറിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഈ പീഡനങ്ങൾ ഇത് നമുക്കറിയാം. പക്ഷെ പൗലോസിനെ പറയുന്നത് നിങ്ങളെ പുതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളോട് സുവിശേഷം അറിയിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ആത്മീയ അഭിവൃദ്ധി, അയാൾക്കുണ്ടാകുന്ന സമാധാനവും അയാൾക്കുണ്ടാകുന്ന സന്തോഷവും വഴി അതിന് കഷ്ടപ്പാടുണ്ടായാലും ഞാൻ അതിൽ സന്തോഷിച്ചു. ചില ആളുകളുടെ പ്രാർത്ഥിക്കാനും കഷ്ടപ്പാടുകളൊക്കെ പങ്കുവെക്കാനൊക്കെ വരുമ്പോ മണിക്കൂറുകൾ ഇരിക്കാറുണ്ട്. മരുന്ന് കഴിച്ചാൽ അതിന് ഓർക്കൂല, അല്ലെങ്കിൽ ഷുഗർ താഴ്ന്നു പോകുന്ന കാര്യം ഓർക്കണില്ല. മനസ്സിലായോ? ആ പറഞ്ഞു തീരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീണ്ടുപോകും. അവനവന്റെ സ്ഥിതിയെക്കുറിച്ച് ഓർക്കൂല. അപ്പൊ അതുവഴി മനുഷ്യ ശരീരത്തിൽ ഒരു കൃത്യമായ ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിലും ജോലി കാര്യങ്ങളിലും നിർബന്ധന വെക്കണം എന്നൊക്കെ പ്രായമാകുമ്പോൾ ഡോക്ടർമാർ പറയൂലേ, അന്നേരം അത് നമ്മൾ ചിന്തിക്കൂല. ആ സമയത്ത് മറ്റൊരാളുടെ വിഷമങ്ങളും വേദനകളും നമുക്ക് വലുതായി തോന്നുമ്പോൾ നമ്മുടെ വേദനകളും നമ്മുടെ വിഷമങ്ങളും നമുക്ക് വലുതായി തോന്നില്ല. അതാണ് സുവിശേഷകന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും. ഓരോ സംഘം സന്തോഷിക്കാൻ കാരണം അതാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, കൊലോസ്യക്കാർക്കുണ്ടാകുന്ന ആ സന്തോഷമാണ് പൗലോസിന്റെ സന്തോഷം. അതിനുവേണ്ടി എന്ത് പീഡ സഹിക്കാനും ഹല്ലേലൂയ പൗലോസ് സന്തോഷമാണ്. അതിന് കാരണം പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിന് വേണ്ടി തന്റെ ശരീരത്തെ, സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ്. ഹല്ലേലൂയ. മനസ്സിലായോ? തന്റെ ശരീരമാകുന്ന സഭയാകുന്ന എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ നമ്മളാണ്. നമ്മൾക്ക് വേണ്ടി, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി, നമ്മളെ അനുരഞ്ജനത്തിലേക്ക് നയിക്കാൻ വേണ്ടി യേശുക്രിസ്തു 3.5 കൊല്ലം എടുത്തിട്ടുള്ളൂ, അല്ലേ? ഇന്ത്യയിൽ വന്നിട്ടില്ല, അമേരിക്ക പോയിട്ടില്ല, ഈ ലോകത്ത് ഒരു രാജ്യത്തും പോയില്ല. ആ കുഞ്ഞു നസറത്ത്, കുഞ്ഞു ഗലീലി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. അപ്പൊ പൗരസംബുദ്ധനം പറയുകയാണ് ആ കുറവ് എന്ന് പറഞ്ഞാൽ
അന്ന് അവർക്കുള്ളവർക്ക് ആ 3.5 കൊല്ലം അവിടെയുള്ളവർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് കിട്ടിയോ? നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണ്? ആ കുറവ് അതൊരു കുറവായിട്ട് ഉണ്ടായിരുന്നു. എന്താ? ലോകമെങ്ങുമുള്ള സകല മനുഷ്യരും ദൈവത്തെ ആരാധിച്ച് ആത്മാവിനും സത്യത്തിലും ആരാധിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് തങ്ങളുടെ ജന്മപാപവും കർമ്മപാപവും കഴുകിക്കളഞ്ഞ് നിത്യജീവന്റെ അവകാശികളായി തീരണമെന്നുള്ള സത്യമായ ഉപദേശവും സത്യമായ വാഗ്ദത്വവും ദൈവത്തിൽ നിന്നുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിന്റെ ദൗത്യം വെറും 3.5 വർഷക്കാലമായിരുന്നു അതിനുള്ളത്. അപ്പോൾ അത് ലോകത്തോടുള്ള ഒരു കുറവാണ്, ലോകത്തിലുള്ള ഒരു കുറവാണ്. ആ കുറവ് നികത്താൻ, അതാണ് അങ്ങനെ പറയുന്നത്, തന്റെ സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഹല്ലേലൂയ. ക്രിസ്തു സഹിച്ച കഷ്ടപ്പാടുകളെല്ലാം പൗലോസ് ഏറ്റെടുത്തുകൊണ്ട് സഭയെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് ലോകമെങ്ങുമുള്ള സകല മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് ലോകമെങ്ങുമുള്ള സകല മനുഷ്യരും ദൈവസൃഷ്ടിയാണെന്നും ദൈവമക്കളാണെന്നും അവരെല്ലാം സാത്താന്റെ അടിമത്തത്തിലാണെന്നും സാത്താന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവോടുകൂടി ക്രിസ്തുവിന്റെ പീഡാനുഭവം തുടരെ പൗലോസ് അനുഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. അപ്പൊ ഇത് അനുഭവിക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട്, താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളാരും ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോകും. ഇത് കേൾക്കാനും ഇത് കേൾക്കാൻ നല്ലതാണെന്നും അറിവുള്ളത് കൊണ്ടാണ് ഈ വന്നിരിക്കുന്നത്. ഇത് വേറെ പണിയില്ലാഞ്ഞിട്ട് ഇത് കേട്ടാൽ നല്ലതാണ്, ഇത് അനുഗ്രഹത്തിന് കാരണമാണ്. പക്ഷെ ഇത് മറ്റുള്ളവരോട് പറഞ്ഞാൽ നമുക്ക് അട്ടപ്പാടുകൾ, നമ്മുടെ സമയം പോകും. ഈ സമയം കൊണ്ടൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ 10 രൂപ പണിയെടുക്കാൻ പറ്റില്ലേ? ജാതിക്കായെങ്കിലും പറക്കാം ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, സുവിശേഷകന്റെ പങ്ക് ക്രിസ്തുവിലുള്ള എന്താ പറയുന്നത് കുറവ്, പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം. ദൈവവചനം പൂർണ്ണമായി പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയ ആ നിത്യസത്യം പൂർണ്ണമായി അന്ന് വെളിപ്പെട്ടിരുന്നില്ല, അത് നിഴലായിരുന്നു. പൂർണ്ണമായി വെളിപ്പെട്ടത് ആരിലൂടെയാണ്? ഒക്കെ പറഞ്ഞേ അല്ല, യേശുക്രിസ്തുവിലൂടെയാണ് ദൈവിക പൂർണ്ണത ലോകത്തിന് കിട്ടിയത്. ഞാൻ പൂർണ്ണ ദൈവമാണെന്ന് യേശു പറഞ്ഞു അല്ലേ? അപ്പൊ യേശുക്രിസ്തുവിലൂടെ ആ പൂർണ്ണത കിട്ടി. അപ്പൊ അപ്പോസ്തലന്മാര് ആ പൂർണ്ണത തന്നെ പ്രസംഗിക്കാൻ ദൈവം ക്രിസ്തു വഴി പൗലോസിനെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അതൊരു രഹസ്യമാണ്. അത് സുവിശേഷം പ്രസംഗിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കാട്ടിപ്പറ്റി പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, ദൈവജനത്തിനു വേണ്ടി ദൈവം എന്താണോ പ്രവർത്തിക്കുന്നത്, ആ ദൈവ പ്രവൃത്തി സംസാരിക്കണം. എനിക്ക് ആടിനെ കിട്ടി, കോഴിനെ കിട്ടി, കാറ് കിട്ടി, ബംഗ്ലാവ് കിട്ടി, ഹല്ലേലൂയ സ്തോത്രം, അതൊക്കെ നല്ലതാ, കിട്ടിയാലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അത് സുവിശേഷമാകൂല. സുവിശേഷമാകുന്നത്, സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. അത് 4 വീക്ഷണത്തിൽ ശിഷ്യന്മാർ 4 പേർ എഴുതി. അതുപോലെ നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞ് നമ്മുടെ ജീവിത വീക്ഷണത്തിൽ നാം ആയിരിക്കുന്ന മേഖലയിൽ നമ്മൾ ആകേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി ആ മഹത്വത്തിന്റെ പൂർണ്ണത സംസാരിക്കണം. മനസ്സിലായോ? ഈ മഹത്വത്തിന്റെ പൂർണ്ണത സംസാരിക്കുമ്പോ എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റൂല. അപ്പം വിളമ്പി കൊടുത്തപ്പോ 5000 പേര് ഭക്ഷിച്ചു. സ്ത്രീകളും കുട്ടികളും വേറെ എന്നാണ് കണക്ക്.
ക്രിസ്തുവിന്റെ രഹസ്യം വിശുദ്ധ കുർബാനയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞേ, വിശുദ്ധ കുർബാനയെ കുറിച്ച് സംസാരിച്ചപ്പോ 12 പേര് തികച്ചില്ല. അപ്പൊ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ല? മറ്റവരൊക്കെ പോയല്ലോ. അപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല, നിത്യജീവൻ അങ്ങയുടെ പക്കലാണ്. നമ്മുടെ പള്ളിയിലൊക്കെ ഒരു പെരുന്നാൾ നടക്കുക. വിശുദ്ധ കുർബാന പങ്കുവെക്കുവാനും വിശുദ്ധ കുർബാനയെ കുറിച്ച് പ്രസംഗിക്കാനും എത്ര സമയവും കുർബാന പങ്കുവെക്കുമ്പോൾ സ്വീകരിക്കാൻ എത്രയാവും. അതേസമയം 12 മണിയാകുമ്പോൾ നേർച്ച സത്യയുടെ അനൗൺസ്മെന്റ് വരുമ്പോൾ ഉള്ള ആളുകളുടെ കണക്ക് എടുക്കുക. ഈ കണക്ക് തന്നെയാണ് അന്നത്തെ കണക്ക്. മനസ്സിലായില്ല? ഒരു ഞായറാഴ്ച ദിവസം മാത്രം കൂട്ടിയത് ഒരു കുർബാനയ്ക്ക് എത്ര പേര് നേരത്തെ ഒരുങ്ങി വന്ന് കുർബാനയിൽ പങ്കെടുക്കുന്നു, അതനുസരിച്ച് എത്ര പേര് കുർബാന സ്വീകരിക്കുന്നു. അതിനുശേഷം പള്ളിയിലെ കഞ്ഞി വിളമ്പുമ്പോൾ എത്രയാണ് ഓരോ പള്ളികൾ. ഇതുപോലെ പെരുന്നാളുകളുടെ വലിയ ജനക്കൂട്ടം. തീർത്ഥയാത്രയൊക്കെ പോകുമ്പോൾ ആളുകളുടെ ക്യൂ നോക്കുക, ദൈർഘ്യം വെച്ചിട്ട് എന്താ പറയുന്നത്, ഫെസ്റ്റിവലായിട്ടൊക്കെ പ്രഖ്യാപിക്കുക, ഏരിയയായിട്ട് പ്രഖ്യാപിക്കുക. പക്ഷെ ഈ രഹസ്യം, ഈ മഹത്വത്തിന്റെ ഈ പൂർണ്ണ രഹസ്യം, ഈ ദൈവിക രഹസ്യം അപ്പോസ്തലൻ പ്രസംഗിച്ചപ്പോൾ അപ്പോസ്തലന് കിട്ടിയത് പീഡനങ്ങളും ദുരിതങ്ങളും. അപ്പോസ്തലൻ പറയാണ്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം യേശുക്രിസ്തുവിലേക്ക് പിതാവായ ദൈവം ഈ മഹത്വ രഹസ്യം ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഇത് പൂർത്തീകരിക്കാൻ ഞങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്റെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ മഹത്വ രഹസ്യം പൂർത്തീകരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.